നമസ്കാരം. ഇന്ന് ഞാൻ നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു സാലഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. പേരയ്ക്ക സാലഡ്. അപ്പോൾ നമുക്കിന്ന് പേരയ്ക്ക കൊണ്ടൊരു അടിപൊളി സാലഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേരയ്ക്ക നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പേരയ്ക്ക സാലഡിന് വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മുറിച്ചെടുക്കാം. ഇത് അകം ചുമന്ന ഒരു പേരയ്ക്കയാണ്. അപ്പോൾ ഞാൻ ദേ ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനെ വീണ്ടും ദേ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് മുറിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സാലഡിന് വേണ്ടിയിട്ട് പേരയ്ക്ക കട്ട് ചെയ്യുന്നത്. ഞാനപ്പോൾ അത് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടിയും ഞാൻ 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ചാട്ട് മസാലയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഐറ്റം. അപ്പം ഞാൻ ദേ ചാട്ട് മസാലയും ഉപ്പും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നും കൂടുതലായിട്ട് ചേർക്കേണ്ടതില്ല. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പേരയ്ക്ക സാലഡ് റെഡിയായി. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ചെറിയ വിശപ്പിനൊക്കെ ഇത് ധാരാളം മതി. ദേ നമ്മുടെ സാലഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ.